ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഓടിപ്പാഞ്ഞാണ് കേട്ടോ വീട്ടിലേക്ക് വന്നത്. അപ്പൂസിനെ മൊത്തത്തിൽ ബിസിനസ് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എന്തായി അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. ഒപ്പം മാമാട്ടി എന്തെടുക്കുവാണെന്നുള്ളതും. എന്റെ സൗണ്ട് കേട്ട ഉടനെ മാമാട്ടി ഓടി വന്നിട്ടുണ്ടായിരുന്നേ. അപ്പൂസ് ഒരു ഓർഡർ വന്നിട്ട് അത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഞാനും ഒരു ചായ എടുത്തിട്ടുണ്ട് അപ്പൂസിന്റെ ഒപ്പം പാക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി കാണിക്കാൻ പോകുന്നതല്ല നമ്മുടെ കയ്യിലുള്ള ഹെയർ അക്സസറീസ് ആണ് കേട്ടോ. ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ അടുത്തുനിന്ന് സാരി വാങ്ങിയിട്ടുള്ള ഒരു കുട്ടി കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നേ. വീഡിയോയിൽ എനിക്ക് കണ്ടപ്പോഴേക്കും ആ സാരി ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പക്ഷെ എന്റെ അമ്മ ഉടുത്തു കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ വീഡിയോയിൽ കാണുന്നതിനേലും ഭംഗിയായിരുന്നു എന്നാണ് ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഉടുത്തു കഴിഞ്ഞാല് നമ്മുടെ കയ്യിലിരുന്ന് കാണുന്നതിനേലും ഭംഗിയാണെന്ന്. അത് ഞാനും നിങ്ങളോട് പറയുന്നുണ്ട്. ഒരു സാരി കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ഉടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന്. ഉടുത്തു കഴിഞ്ഞിട്ടുള്ള ഒരു പിക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. കിട്ടിയ ഉടനെ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. 999 റേറ്റ് വരുന്ന സാരികളാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഡബിൾ ഷെയ്ഡ് വരുന്നത് കൊണ്ട് പല സൈഡിൽ നിന്ന് നോക്കുമ്പോഴേക്ക് പല കളറായിരിക്കും. ഇപ്പൊ കാണിച്ച സീക്വൻസ് വരുന്ന സാരികളുടെ കാര്യമാണ് ഈ പറയുന്നത്. സത്യത്തിൽ ഈ സാരി ഞാൻ വേറൊരു അക്കൗണ്ടിൽ കണ്ട് അവരുടുത്ത് ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ സീക്വൻസ് വരുന്ന സാരികളുടെ കാര്യമാണ് പറയുന്നത്. ഈ ബ്ലാക്ക് സാരി വന്നിട്ട് നമ്മുടെ റെഡ് മറ്റേ ഞാൻ ഉടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതിന്റെ സെയിം ഒരു വേറൊരു കളർ ചേഞ്ച് ആണേ. സാരികൾ ഉടുത്ത് കാണിക്കാത്തത് നമ്മുടെ ഏറ്റവും വലിയൊരു പോരായ്മയാണെങ്കിലും ഇപ്പൊ നമ്മുടെ ഒരു ബഡ്ജറ്റ് വെച്ചിട്ട് അത് നടക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ.